എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ ദ്വൈതവനത്തിൽ വെച്ച് പാഞ്ചാലിയും യുധിഷ്ഠിരനും തമ്മിലുള്ള ധർമ്മ സംവാദമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംവാദമാണിത്. ധർമ്മം എന്താണ് എന്തല്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരം സംവാദങ്ങളിലൂടെയാണ്. ധർമ്മത്തിന് പല പല രൂപങ്ങളുണ്ട്. ചെറിയ ധർമ്മങ്ങളുണ്ട്, വലിയ ധർമ്മങ്ങളുണ്ട്, കാലികമായ ധർമ്മമുണ്ട്, കാലാതീതമായ ധർമ്മമുണ്ട്. ഇത്തരം ധർമ്മങ്ങളുടെ സൂക്ഷ്മമായ വശങ്ങളാണ് ഇവിടെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്യുന്നത്, തർക്കിക്കുന്നത്. അതുപോലെ ഒടുവിൽ അവർ ഒരു മാനസിക ഐക്യത്തിലെത്തുകയും ചെയ്യുന്നു. ഇടയിൽ ഭീമനും ഈ ചർച്ചയിൽ പങ്കുകൊള്ളുന്നു. ഇങ്ങനെ വളരെ രസകരമായ ഒരു ചർച്ച, അതേസമയത്ത് അതിഗംഭീരമായിട്ടുള്ള പണ്ഡിതോചിതമായ സംവാദവുമാണ് അവിടെ നടക്കുന്നത്. ഇതാണ് പാണ്ഡവന്മാരുടെ മഹത്വം. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ എന്ന് വെച്ചാൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അവർ പരസ്പരം ധർമ്മത്തെയും ധർമ്മശാസ്ത്രങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് പരസ്പരം ചർച്ച ചെയ്ത് അത് പരിഹരിക്കുന്നു. അതാണ് ശരിയായ ജീവിതശൈലി എന്ന്. പാഞ്ചാലി പറഞ്ഞത്, അങ്ങ് എന്തുകൊണ്ട് ക്രോധത്തെ ആശ്രയിക്കുന്നില്ല? അങ്ങ് എന്തുകൊണ്ട് ക്രോധം സമുൽപ്പന്നമായിട്ട് യുദ്ധം കൊണ്ട് സ്വന്തം അധികാരത്തെ, സുഖത്തെ നേടാൻ അങ്ങ് ശ്രമിക്കുന്നില്ല എന്നാണ് പാഞ്ചാലി ചോദിച്ചത്. അതിന് മറുപടിയായിട്ട് വളരെ ശാന്തനായിട്ട് യുധിഷ്ഠിരൻ മറുപടി പറയുകയാണ്, ക്രോധോ ഹന്താ മനുഷ്യാണാം ക്രോധോ ഭാവയിതാ പുനഃ ഇതി വിദ്ധി മഹാപ്രാജ്ഞേ ക്രോധമൂലൗ ഭവാഭവൗ. അല്ലയോ മഹാബുദ്ധിമതിയായ പാഞ്ചാലി, ക്രോധം കൊണ്ടാണ് മനുഷ്യന് നാശവും അതുപോലെ പുരോഗതിയും ഉണ്ടാകുന്നത്. ക്രോധം കൊണ്ട് നാശമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പുരോഗതി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണെങ്കിൽ, ക്രോധം നമ്മളെ നശിപ്പിക്കുന്നത് പോലെ ക്രോധത്തെ നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ, ക്രോധത്തെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുരോഗതി ഉണ്ടാകും എന്നുള്ള വിപരീതമായിട്ടുള്ള ഒരു ഗുണമാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ക്രോധമൂലോ വിനാശോഹി പ്രജാനാമിക വിദ്യതേ. ക്രോധം കൊണ്ട് പ്രജകൾക്ക് നാശമുണ്ടാകും. യുദ്ധങ്ങളും മറ്റെല്ലാം ഉണ്ടാകുന്നത്, നാശത്തിന് കാരണമായി തീരുന്നത് എന്താണ്? ക്രോധമാണ്. നാകാര്യമസ്തി ക്രുദ്ധസ്യ നാവാച്യം വിദ്യതേ തഥാ. ക്രോധം വന്ന മനുഷ്യന് ഇന്നത് ചെയ്യാമെന്നില്ല, ഇന്നത് പറയാമെന്നുമില്ല. അതുകൊണ്ട് ക്രോധം വന്ന ആൾ എന്ത് ചെയ്യും? എല്ലാറ്റിനെയും ഹിംസിച്ചു കളയും. ഹിംസ്യാത് ക്രോധാത് അവധ്യാമസ്തു വധ്യൻ സമ്പൂജയേതച. കൊന്നുകൂടാത്ത ആളിനെ കൊല്ലുകയും ചെയ്യും, കൊല്ലേണ്ട ആളിനെ ഒരു പക്ഷേ പൂജിക്കുകയും ചെയ്യുന്ന ഒരു വിപര്യാവസ്ഥ ക്രോധം കൊണ്ട് നമുക്ക് വിപരീത ബുദ്ധി നമ്മളിലുണ്ടാകും. ആത്മാനമപിച്ച ക്രുദ്ധ പ്രേഷയേത് യമസാധനം. ക്രോധം വന്നവൻ ചിലപ്പോൾ തന്നെ കൊല്ലും, ആത്മഹത്യയും ചെയ്യാറുണ്ട്. തം ക്രോധം വർജിതം ധീരൈഃ കഥമസ്മത് വിധശ്ചരേത് ഏതദ് ദ്രൗപദി സന്ധായ നമേ മന്യു പ്രവർത്തതേ. അങ്ങനെ മഹാത്മാക്കളായ ആളുകളൊക്കെ ഏതൊരു ക്രോധത്തെയാണോ ധീരന്മാരായിട്ട് ആളുകൾ വർജിച്ചത്, അകറ്റി നിർത്തിയിട്ടുള്ളത്, അങ്ങനെയുള്ള ക്രോധത്തെ നമ്മെപ്പോലുള്ള ആളുകൾ ധർമ്മം ചരിക്കുന്നവരെങ്ങനെയാണ് ക്രോധത്തെ സ്വീകരിക്കുക? അതുകൊണ്ടാണ് അല്ലയോ പാഞ്ചാലി, ദ്രൗപദി, ഞാൻ ക്രോധത്തെ പ്രവർത്തിപ്പിക്കാതിരിക്കുന്നത്. ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. എന്താണ്? എനിക്ക് ക്രോധമുണ്ട്, പക്ഷേ ആ ക്രോധത്തെ ഞാൻ പ്രവർത്തിപ്പിക്കുന്നില്ല. നമേ മന്യുഹു പ്രവർത്തത. എൻ്റെ ദേഷ്യം, എൻ്റെ ക്രോധം അത് പ്രവർത്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. ക്രോധമുള്ളിൽ ഞാൻ അടക്കി വച്ചിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കുന്നതിലാണ് നമ്മുടെ ബുദ്ധി നമ്മൾ കാണിക്കേണ്ടത്, പ്രയോഗിക്കേണ്ടത്. യസ്തു ക്രോധം സമുത്പന്നം പ്രജ്ഞയാ പ്രതിബാധതേ തേജസ്വിനം തം വിദ്വാംസോ മന്യന്തേ തത്വദർശിന. തത്വചിന്തകന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ നമുക്ക് ഉള്ളിൽ നിന്നും പൊങ്ങി വരുന്നതായ ക്രോധത്തെ ആരാണോ നിയന്ത്രിക്കുന്നത്, ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുന്നത്, അവനെയാണ് തേജസ്വി എന്ന് വിളിക്കുന്നത്. ക്രോധം അധികമായി കഴിഞ്ഞാൽ അച്ഛൻ മകനെയും കൊല്ലും, മകൻ അച്ഛനെയും കൊല്ലും, ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും വധിക്കും. അതുകൊണ്ട് ക്ഷമയുടെ മാഹാത്മ്യം കശ്യപൻ്റെ പിന്മുറക്കാരായിട്ടുള്ള കാശ്യപന്മാർ പാടിയിട്ടുണ്ട്. അതിനെയാണ് കാശ്യപഗീത എന്ന് പറയുന്നത്. അവർ പറയുന്നത് ക്ഷമാധർമ്മ, ക്ഷമായജ്ഞ, ക്ഷമാവേദാഹ, ക്ഷമാശ്രുതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള നിരവധി വരികൾ, ക്ഷമയുടെ മാഹാത്മ്യം പറയുന്ന വരികൾ യുധിഷ്ഠിരനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് കാശ്യപഗീത. കൃഷ്ണനും നമ്മുടെ പിതാമഹനായ ഭീഷ്മരും വിതുരരും ദ്രോണരും കൃപരും സഞ്ജയനും ഒക്കെ തന്നെ ശമത്തെയാണ് സ്വീകരിച്ചതും ശമത്തെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയവും. അതുപോലെ സോമദത്തൻ
വ്യാസൻ, യുയുത്സു മുതലായ ആളുകളും ശമത്തെയാണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവരതാണ് ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ളതും. അതുകൊണ്ട് നമ്മൾ ശമം ആണ്, ക്ഷമയെയാണ് നമ്മളിപ്പോൾ സ്വീകരിക്കേണ്ടത്. യുധിഷ്ഠിര മഹാരാജാവ് മറ്റൊന്ന് എടുത്തു പറഞ്ഞു. കാലോയം ദാരുണപ്രാപ്തോ ഭരതാനാമഭൂതയെ നിശ്ചിതം മേ സദൈവേതത് പുരസ്താദഭിഭാവിനി. ഭരതവംശികളായ രാജാക്കന്മാർക്ക് ഇപ്പോൾ ഏറ്റവും ഭയാനകമായ സമയം വന്നിരിക്കുകയാണ്. ചെറിയൊരു ക്ഷമയുടെ ഒരു നാശം കൊണ്ട് ക്രോധം ചെറിയ രീതിയിലൊന്ന് ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ഭരതവംശം മുഴുവൻ നശിച്ചു പോകും എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ക്ഷമയെ ഈ രീതിയിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നീ അറിയണം. ഭാവിയിൽ വരാനിരിക്കുന്ന മഹായുദ്ധത്തെ തടയാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ പ്രതിജ്ഞയെക്കുറിച്ചാണ് യുധിഷ്ഠിരൻ ഇവിടെ പറയുന്നത്. 13 വർഷക്കാലം താൻ തൻ്റെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അപ്രിയം പറയുകയില്ല എന്നുള്ള തൻ്റെ പ്രതിജ്ഞയെക്കുറിച്ച് ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജാവ് ഇപ്പോൾ ക്ഷമയുടെ കാലമാണ്, ക്രോധം പ്രയോഗിക്കേണ്ട സമയമല്ല, അത് ലോകത്തിന് മുഴുവൻ അഹിതമായിത്തീരും, വംശനാശമുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദുര്യോധനനും ക്ഷമ സ്വീകരിക്കേണ്ടതല്ലേ എന്നാണെങ്കിൽ ദുര്യോധനൻ ക്ഷമിക്കാൻ അർഹതയുള്ളവനല്ല, അവന് ക്ഷമിക്കാൻ സാധിക്കുകയില്ല, അത് അവൻ്റെ സ്വഭാവമല്ല. ദുര്യോധനോ നാർഹതേതി ക്ഷമാമേവം ന വിന്ദതി അർഹസ്തത്രാഹമിത്യേവം തസ്മാൻ മാം വിന്ദതേ ക്ഷമ. ക്ഷമ ചില ആളുകളിൽ നിൽക്കുകയില്ല, എന്നിൽ ക്ഷമ നിൽക്കും. ക്ഷമ എന്നിൽ എന്നും കുടികൊള്ളുന്നു. അവനിൽ ക്ഷമ എന്ന വികാരം ഇല്ല, അവൻ അതിന് അർഹനല്ല. അത് ദുഷ്ടാത്മാക്കളായ ആളുകളിൽ നിലനിൽക്കുന്ന വസ്തുവല്ല, സ്വഭാവമല്ല ക്ഷമ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനാണ് ക്ഷമിക്കേണ്ടത്. കാരണം നമ്മൾ മഹത്വമുള്ളവരാണ്, ശ്രേഷ്ഠരാണ്, ധർമ്മത്തെ പാലിക്കുന്നവരാണ്, സത്കുലത്തിൽ ജനിച്ചവരാണ്, ധർമ്മോപദേശങ്ങൾ കിട്ടിയവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ യുദ്ധത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ക്രൂരന്മാരായിട്ട് ആളുകൾക്ക് യുദ്ധത്തെ തടയാൻ സാധിക്കുകയില്ല, ക്രോധത്തെ ശമിപ്പിക്കാൻ, ക്രോധത്തെ തടയാനും സാധിക്കുകയില്ല. അപ്പോൾ നമ്മളത് അറിഞ്ഞു പെരുമാറണം എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രൗപദി വീണ്ടും പറഞ്ഞു, അല്ലേ രാജാവേ, കർമ്മഫലമാണ് നമ്മൾ നോക്കേണ്ടത്. കർമ്മം ചെയ്ത് കർമ്മഫലം നേടുകയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. മോക്ഷം ആഗ്രഹിക്കുന്നവൻ വാസ്തവത്തിൽ ലോഭിയാണ്. ധർമ്മം, മൃദുത്വം, ക്ഷമ, ആർജവം, ദയ മുതലായ ഉത്തമ ഗുണങ്ങളെന്ന് പ്രകീർത്തിക്കപ്പെടുന്ന ഈ ഗുണങ്ങളെക്കൊണ്ട് മനുഷ്യന് ശ്രേയസ്സൊന്നും ഉണ്ടാവുകയില്ല. ധർമ്മം, ആ ധർമ്മത്തെ രക്ഷിക്കുന്നവനെ രക്ഷിക്കും. ധർമ്മോ രക്ഷതി രക്ഷിത എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചില പ്രമാണങ്ങൾ. പക്ഷേ അങ്ങയെ ധർമ്മം രക്ഷിക്കുന്നില്ലല്ലോ. രാജാനം ധർമ്മഗോപ്താരം ധർമ്മോ രക്ഷതി രക്ഷിത. ഇതുമേ ശ്രുതം ആര്യാണാം. ആര്യന്മാരുടെ ആ ധർമ്മപ്രവചനം ഞാൻ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ത്വാന്തുമന്യേ എന്ന രക്ഷതി. പക്ഷെ ആ ധർമ്മം അങ്ങയെ ഇപ്പോൾ രക്ഷിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങ് ഒരുപാട് ധർമ്മം ചെയ്തിട്ടും ആ ധർമ്മമൊന്നും അങ്ങയെ രക്ഷിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ധർമ്മം നമുക്ക് ശ്രേയസ്സിനല്ല. മൃദുത്വവും ക്ഷമയും ദയയും ശ്രേയസ്സുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ കർമ്മം ചെയ്തിട്ട് കർമ്മഫലത്തെ നേടുകയാണ് വേണ്ടത് എന്നാണ് പാഞ്ചാലി വാദിക്കുന്നത്. അത് കേട്ടിട്ട് പാഞ്ചാലിയോട് ക്രോധിക്കാതെ, പാഞ്ചാലി പറയുന്നത് നാസ്തിക്യവാദമാണ്, നാസ്തികവാദമാണ് എന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ അല്പം പോലും ക്രോധിക്കാതെ, എൻ്റെ വാക്കുകൾ വളരെ സുന്ദരമായിരിക്കുന്നു. വൽഗു ചിത്രപദം ശ്ലക്ഷ്ണം യജ്ഞസേനി ത്വയാ വച ഉക്തം തച്ഛുതമസ്മാഭി. നീ പറഞ്ഞ മനോഹരമായ വാക്കുകൾ ഞാൻ കേട്ടു പാഞ്ചാലി, അർത്ഥപൂർണമായ വാക്കുകളാണ്. പക്ഷെ അതൊക്കെ തന്നെ നാസ്തികവാദമാണ്, അത് നമുക്ക് ചേർന്നതല്ല. നാഹം കർമ്മഫലാകാംക്ഷി രാജപുത്രി ചരാമ്യുത ദദാമി ദേയമിത്യേവം യജ്ഞൈ യഷ്ടവ്യമിത്യുത. ഞാൻ കർമ്മഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടല്ല ഒരു കർമ്മവും ചെയ്യുന്നത്. അല്ലെ രാജകുമാരി, ദദാമി ദേയം, ഇത് ദാനം ചെയ്യേണ്ടതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ദാനം ചെയ്യുന്നത്. ഇത് യജിക്കേണ്ടതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ യജ്ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഇതിനെക്കൊണ്ട് ഇന്ന ഫലം കിട്ടണമെന്ന് കരുതിയിട്ടല്ല. ഫലേച്ഛ എന്നിൽ ഒട്ടുമില്ല. ധർമ്മം ചരാമി ശുശ്രോണി ന ധർമ്മഫലകാരണാത് ആഗമാൻ അനതിക്രമ്യ സതാം വൃത്തമപേക്ഷ്യ. ഞാൻ ധർമ്മം അനുഷ്ഠിക്കുന്നത് ധർമ്മഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല, വരാനിരിക്കുന്ന സത്ഫലങ്ങളെ ഞാൻ ആലോചിച്ചിട്ടല്ല ധർമ്മം പ്രവർത്തിക്കുന്നത്. സജ്ജനങ്ങളായ മഹാത്മാക്കൾ സഞ്ചരിച്ച മാർഗത്തെ ഞാൻ അനുഗമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ദുഃഖമുണ്ടായാലും കുഴപ്പമില്ല. ധർമ്മം അനുഷ്ഠിക്കുന്ന ആളിന് ധർമ്മം കൊണ്ട് ഗുണമുണ്ടാകണം, സുഖമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചാൽ ആ ധർമ്മം എന്തായിട്ട് മാറും? അതൊരു വാണിജ്യമായിട്ട് മാറും. ധർമ്മ ഏവ മനഃകൃഷ്ണേ സ്വഭാവാച്ചൈവ മേ ധൃതം. എനിക്ക് ധർമ്മം എൻ്റെ സ്വഭാവമായിട്ട് കിട്ടിയതാണ്. അത് സുഖത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ പറ്റുന്ന ഒരു കച്ചവട സാമഗ്രിയല്ല. ധർമ്മ വാണിജ്യകോ ഹീനോ ജഹന്യോ ധർമ്മവാദിനാം. ധർമ്മത്തെ അറിഞ്ഞവർ പറയുന്നത് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ധർമ്മം ചെയ്യുന്നവരൊക്കെ ധർമ്മവണിക്കുകളാണ്, ധർമ്മവ്യാപാരിയാണ് എന്നാണ്. ഞാൻ ധർമ്മവ്യാപാരിയല്ല. ധർമ്മം എൻ്റെ സഹജമായ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ആശ്രയിച്ചിരിക്കുന്നത്, അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് അല്ലയോ പാഞ്ചാലി, നീ ധർമ്മത്തെ ശങ്കിക്കരുത്.
ധർമ്മത്തെ ശങ്കിക്കുന്നവൻ ക്ഷാത്രധർമ്മം വിട്ട് ശൂദ്രത്വവും ശൂദ്രനെയും വിട്ട് തസ്കരത്വത്തെയും പ്രാപിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഋഷിമാരും ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ തന്നെ ഏതൊരു ധർമ്മത്തെയാണോ നിരന്തരമായി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് നമുക്കും അത് അനുഷ്ഠിച്ചുകൂടാം? ഈ ലോകമൊക്കെ തന്നെ ധർമ്മം അനുഷ്ഠിക്കുന്നു. ധർമ്മം ഒരിക്കലും വിഫലമാവുകയില്ല. ധർമ്മത്തിന് ഫലമുണ്ട്. പക്ഷേ ധർമ്മത്തിൻ്റെ ഫലം ദേവഗുഹ്യമാണ്. ദേവന്മാർ അത് മായ കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. ആ ഫലം നമുക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കണ്ടു എന്നവരില്ല. പക്ഷേ ആ ഫലം എന്നെങ്കിലും നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ധർമ്മത്തിൻ്റെ ഫലമില്ലെന്ന് പറയരുത്, ധർമ്മത്തെ നിന്ദിക്കരുത്, ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള നാസ്തിക്യവാദം നമ്മൾ പറയാനും പാടില്ല. അതുകൊണ്ട് നിനക്ക് ഈ ഒരു ബുദ്ധി ഇല്ലാതിരിക്കട്ടെ, ഈശ്വരനിന്ദയും ചെയ്യാതിരിക്കട്ടെ എന്ന് ദ്രൗപദിയോട് പറഞ്ഞപ്പോൾ ദ്രൗപദി വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, രാജാവേ, നാവമന്യേന ഗർഹേച ധർമ്മം പാർത്ഥ കഥഞ്ചന ഈശ്വരം കുത ഏവാഹം അവമംസേ പ്രജാപതിം. അല്ലയോ രാജാവേ യുധിഷ്ഠിര, ഞാൻ ഒരിക്കലും ധർമ്മത്തെ നിന്ദിച്ചിട്ടില്ല, ഈശ്വരനെയും നിന്ദിച്ചിട്ടില്ല. ഞാനീ പറഞ്ഞതൊക്കെ എൻ്റെ ദുഃഖം ഞാൻ പ്രകടിപ്പിച്ചതാണ്. ആർത്താഹം പ്ലവാമീതം ഇതി മാം വിദ്യ ഭാരത ഭൂയശ്ച വിലപിഷ്യാമി സുമനാസ്ത്വം നിബോധമേ. അങ്ങ് നല്ല മനുഷ്യനാണ്, നല്ല മനസ്സുള്ളവനായതുകൊണ്ട് അങ്ങയുടെ മുന്നിൽ ഞാൻ വിലപിക്കുകയാണ്. ഞാൻ ദുഃഖിതയാണ്, ആർത്തയാണ്. വീണ്ടും വീണ്ടും ഞാൻ കരഞ്ഞു പറയുകയാണ്, അങ്ങ് യുദ്ധം ചെയ്തിട്ട് കർമ്മം ചെയ്തിട്ട് അങ്ങ് അർഹിക്കുന്നതായ രാജ്യത്തെ നേടൂ എന്ന് പറയുകയാണ്. ദുഃഖം കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കർമ്മം ഉപേക്ഷിക്കരുത്. കർമ്മം ഉപേക്ഷിച്ച ആളിന് പരാഭവം ഉണ്ടാകും. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് മനു രാജാവും മറ്റും മനുസ്മൃതിയിലും മറ്റും പറഞ്ഞിട്ടുള്ളത്. കർമ്മം ചെയ്താലേ ഫലമുള്ളൂ, അലസന് ഒരു തരത്തിലും ഫലസിദ്ധി ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനു മാത്രമല്ല, ബൃഹസ്പതി നീതി എന്നൊരു നീതിയുണ്ട്. ആ ബൃഹസ്പതി നീതി എൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ, പാഞ്ചാല രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിനും എൻ്റെ സഹോദരന്മാർക്കും ഉപദേശിക്കുന്നത് അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് ഞാൻ കേട്ട് പഠിച്ച് വളർന്നതാണ്. അങ്ങനെ കേട്ട തത്വജ്ഞാനമാണ് ഞാൻ അങ്ങയുടെ മുന്നിൽ ഉപദേശിച്ചത്. അപ്പോൾ അങ്ങ് ധർമ്മം അനുഷ്ഠിക്കണം, അതുപോലെ കർമ്മം ചെയ്ത് കർമ്മഫലം നേടുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ഭീമൻ അവിടെ വരുന്നു. ഭീമനും യുധിഷ്ഠിര മഹാരാജാവിന് ധർമ്മത്തിൻ്റെ താൻ പഠിച്ച ധർമ്മകാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഭീമൻ്റെ ധർമ്മം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ധർമ്മമാണ്. അങ്ങനെ ഭീമനും യുധിഷ്ഠിരനും തമ്മിൽ അവിടെ ഒരു ധർമ്മസംവാദം നടക്കുന്നു.